ഈ കാണുന്നത് വടശ്ശേരിക്കരയാണ്. വടശ്ശേരിക്കര എന്ന് പറയുന്നത് ചരിത്രത്തിൽ സ്ഥാനമുള്ള സ്ഥലമാണ്. ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാർ ഒരു ഇടത്താവളമായിട്ട് വടശ്ശേരിക്കരയെ കൂട്ടാം. വടശ്ശേരിക്കരയാണ് അവസാനത്തെ ടൗൺ എന്ന് പറയുന്നത് ശബരിമലയ്ക്ക് പോകുമ്പോൾ. ഇപ്പോൾ നമ്മൾ ശബരിമലയ്ക്കല്ല പോകുന്നത്, അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സ്ഥലമുണ്ട്, നിലയ്ക്കൽ. ആ നിലയ്ക്കലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. നിലയ്ക്കൽ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ തോമാസ് ലീഗ സ്ഥാപിച്ച 7 പള്ളികളിൽ ഒന്ന് ഈ നിലയ്ക്കലിലാണ്. ആ നിലയ്ക്കലിലേക്ക് നമ്മൾ ഇപ്പോൾ പോകാൻ പോവാണ്. അവിടുത്തെ കാഴ്ചകൾ, പോകുന്ന വഴികളിലുള്ള കാഴ്ചകൾ ഒക്കെ നമുക്ക് കാണാം. വടശ്ശേരിക്കരയിൽ നിന്നും നമ്മൾ ഏകദേശം ഒരു 10-15 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞു. നയനമനോഹരമായ സ്ഥലങ്ങൾ കണ്ടപ്പം നിർത്തി എടുക്കാതിരിക്കാൻ ഞങ്ങൾക്കായില്ല. അപ്പം അങ്ങ് ദൂരെ വാഹനങ്ങൾ പോകുന്നത് കാണാം. പമ്പാ നദി അങ്ങ് ദൂരെ ഒഴുകുന്നുണ്ട്. വനമുണ്ട്, റബ്ബർ തോട്ടങ്ങളുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ നിലയ്ക്കലേക്ക് പോവുകയാണ്. പോകുന്ന വഴികൾ ഇനിയും എന്തെങ്കിലും നല്ല കാഴ്ചകൾ കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ അത് എടുക്കുന്നതാണ്. ഇനി എടുക്കാവോ നിനക്ക്? അപ്പം നമ്മൾ വരുന്ന വഴിക്ക് സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ് കണ്ടു. ഷൂട്ടിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇപ്പോൾ ഇടല്ലെന്ന് പറഞ്ഞു. ഇനി ശബരിമലയ്ക്ക് നമുക്ക് 33 കിലോമീറ്ററാണ് ഉള്ളത്. പക്ഷെ നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ ആ സിനിമ ഷൂട്ട് ചെയ്ത് ഏകദേശം നിങ്ങൾക്ക് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇട്ടോളാൻ ഞങ്ങളോട് പറഞ്ഞു. എന്തായാലും നമ്മൾ സിനിമയുടെ രംഗങ്ങളൊന്നും ഇടാൻ പോകുന്നില്ല. നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ലാഹയും പ്ലാപ്പള്ളിയും ഒക്കെ പിന്നിട്ട് നമ്മുടെ പള്ളിക്ക് 2.5 കിലോമീറ്റർ പുറകിലായിട്ടാണ് സെൻറ്റ് തോമസ് എക്യുമെനിക്കൽ പള്ളിയിലോട്ടുള്ള യാത്ര തുടരുകയാണ്. അവിടെ ചെറിയൊരു പാലമുണ്ട്. ആ പാലം കയറി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് ലെഫ്റ്റിലോട്ട് നമ്മൾ കയറാൻ പോവാണ്. റൈറ്റിൽ സീതത്തോടിന് പോകുന്ന വഴിയാണ്. നമുക്ക് അത് പോകുന്ന വേറൊരു വീഡിയോയിൽ അതൊക്കെ കാണിക്കാവുന്നതാണ്. ഏകദേശം ഇനിയൊരു 500 മീറ്ററൂടെ ഉള്ളൂ നമ്മുടെ നിലയ്ക്കൽ പള്ളിയിലോട്ട്. വനത്തിൽ കൂടെയാണ് ഈ യാത്ര തുടരുന്നത്. നമ്മൾ പള്ളിയുടെ അടുത്തോണ്ടിരിക്കുകയാണ്. പള്ളിയുടെ മുറ്റത്തോട്ട് നമ്മൾ കയറി, നമ്മൾ വാഹനം അങ്ങോട്ട് കയറി പാർക്ക് ചെയ്യുകയാണ്. ഇവിടെ ആരെയും കാണുന്നില്ല. എത്ര ദൂരം നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ എന്തായാലും ജസ്റ്റ് ഇവിടോട്ടൊന്ന് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോകണം. തോമാസ് ലീഹായുടെ പുണ്യ പാദസ്പർശമേറ്റ മണ്ണാണിത്. അദ്ദേഹം സ്ഥാപിച്ച 7 പള്ളികളിൽ ഒന്നാണ് നമ്മൾ ഈ കാണുന്ന സെൻറ്റ് തോമസ് ചർച്ച് എക്യുമെനിക്കൽ സെൻറ്ററും അതുപോലെ ഈ ചർച്ചും. ആ ചർച്ചിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. അന്ന് അദ്ദേഹം സ്ഥാപിച്ച ചർച്ചല്ല, അത് കഴിഞ്ഞ് പല പ്രാവശ്യം പുതുക്കി പണിതു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിൻ്റെ ഭാരവാഹികളെ ആരെയും ഇവിടെ കാണുന്നില്ല. അതുണ്ടായിരുന്നെങ്കിൽ അവരോട് വിശദമായിട്ട് നമുക്ക് ചോദിക്കാമായിരുന്നു. എങ്കിലും എൻ്റെ അറിവിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. നമ്മൾ അതിൻ്റെ തൊട്ട് അപ്പുറത്തൊരു ഓഡിറ്റോറിയം പോലൊരു സ്ഥലമുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഓക്കെ, തോമാസ് ലീഹ നടന്നു പോയ പാതകളാണ് ഈ കാണുന്നത് എന്ന് ചരിത്രം പറയുന്നു. ആ വഴിയെ നമുക്ക് കുറച്ച് ദൂരം ഒന്ന് നടന്നു നോക്കാം. പള്ളിയുടെ ബാക്ക് സൈഡാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ പുറകിലായിട്ട് പള്ളിയുടെ ഫ്രണ്ട് ഭാഗം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു വലിയ ഘോര വനത്തിൻ്റെ നടുവിലാണ് ഈ ചർച്ച് നിൽക്കുന്നത് തന്നെ. ഇത് ആദ്യത്തെ തോമാസ് ലീഹ സ്ഥാപിച്ച ആദ്യത്തെ എക്യുമെനിക്കൽ ചർച്ച് എന്ന് പറയപ്പെടുന്നു. ഏകദേശം 1100 പേരെയോളം ഇവിടെ സ്നാനപ്പെടുത്തിയായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു. എഴുതപ്പെട്ട രേഖകളൊന്നും ഇല്ല എങ്കിൽ പോലും ഇത് റിസർച്ചുകളിലൂടെ മനസ്സിലാക്കിയതാണ്. തോമാസ് ലീഹ ഏകദേശം മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചർച്ചുകൾ സ്ഥാപിച്ചപ്പം അത് ജനനിബിഡമായ ഏരിയകളിലായിരുന്നു. പക്ഷേ ഇതാണ് ഒരു ഹിൽ വന ഏരിയകളിൽ ആദ്യത്തെ ചർച്ചാണ് ഈ ഒരു ചർച്ച്. 7 പള്ളികൾ വനത്തിൽ സ്ഥാപിച്ച ഏക ചർച്ച് ഇതാണ്. അതുപോലെ തന്നെ തോമസ് ലീഹ സ്ഥാപിച്ച ഒരു കുരിശും ഈ ചർച്ചിലുണ്ട്, ഈ ചർച്ചിനുള്ളിലുണ്ടല്ലേ? അത് നമുക്ക് ചർച്ചിനുള്ളിൽ പോയിട്ട് അത് പറ്റുമെങ്കിൽ അത് കാണിക്കാം. ഓക്കെ, അപ്പം ദുഃഖ വെള്ളിയാഴ്ചകളിൽ കുരിശിൻ്റെ
വഴി എന്ന യാത്ര നടത്തുന്നതിനായിട്ട് അനേകായിരം വിശ്വാസികൾ എത്തുന്ന സ്ഥലമാണ് ഇത്. കേരളത്തിലെ അല്ല, വേൾഡിലെ ആദ്യത്തെ എക്യുമെനിക്കൽ ചർച്ച്. ഒരിക്കൽ ദൈവം മോശയോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാകിയാൽ നിൻ്റെ ചെരുപ്പ് ഊരി മാറ്റുക എന്ന്. അതുപോലെ തന്നെ നമ്മളിവിടെ പള്ളിയിലോട്ട് കയറുന്നതിന് മുമ്പ് ഒരു വിശുദ്ധ സ്ഥലത്തോട്ടാണ് നമ്മൾ കയറുന്നത്. ഇപ്പോൾ ഇത് പള്ളിയുടെ ഉൾവശമാണ്. ഇവിടെ കർത്താവിൻ്റെ 12 ശിഷ്യന്മാരുടെയും ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്, തോമാസ് ലീഗയുടെ ഉൾപ്പെടെ. അതിനകത്ത് ജോണുണ്ട്, യോഹന്നാനുണ്ട്, ജെയിംസ് ഉണ്ട്, പീറ്ററുണ്ട്, എല്ലാവരുടെയും പടമുണ്ട്. ഇവിടെ എപ്പോഴും ഇങ്ങനെ തിരി കത്തിച്ച് വെച്ചിരിക്കും എണ്ണയിൽ. മധുവായിലെ കാഴ്ചകൾ ഏതായാലും പള്ളിയുടെ വികാരിയായിട്ടുള്ള അച്ഛന്, ഇപ്പോൾ ഇൻചാർജായിട്ടുള്ള അച്ഛൻ എത്തിയിട്ടുണ്ട്. അച്ഛനോട് നമുക്ക് വിശദമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇപ്പോൾ കർത്താവിൻ്റെ നിയോഗം പോലെ ഈ പള്ളിയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് ഫാദർ ഷൈജു മാത്യു OIC ആണ്. അദ്ദേഹം കൊട്ടാരക്കര സ്വദേശിയാണ്. എത്ര നാളായി? ഞാനിപ്പോൾ 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലിങ്സ് അല്ലേ? തോമാസ് ലീഗ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ആ കൈക്കും കാലിനും ഒക്കെ ഏകദേശം ഒരു എന്തോ ഒരു ശക്തി കിട്ടിയതുപോലെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പോസിറ്റീവ് വൈബുള്ള സ്ഥലമാണ് ഇവിടെ. ഫാദറിന് ഇതിനുള്ളിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സ്പെഷ്യലായിട്ട്? നമ്മുടെ വിശുദ്ധ തോമാസ് ലീഗ സ്ഥാപിച്ച 7 പള്ളികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ വേദപാഠ ക്ലാസ്സുകളിലൊക്കെ ധാരാളമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഈ 7 പള്ളികൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. 7 പള്ളികളും സ്ഥാപിച്ചിരിക്കുന്നത് ഈ നിലയ്ക്കലൊഴികെ ബാക്കിയുള്ള 6 പള്ളികളും സ്ഥാപിച്ചിരിക്കുന്നത് ഈ കായലുമായിട്ട്, അതായത് തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ്. ഈ നിലയ്ക്കലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത്, വനത്തിൽ നിൽക്കുന്ന ഒരു പള്ളി. അപ്പോൾ ഇവിടുത്തെ പൂർവിക പാരമ്പര്യം അനുസരിച്ച് പണ്ട് വിശുദ്ധ തോമസ് ലീഹ ഇവിടെ വന്നുവെന്നും അതുപോലെ ഇവിടുത്തെ പാദസ്പർശമേറ്റ് ഇവിടെ പ്രാർത്ഥിച്ചുവെന്നും ഇവിടെ ദേവാലയം സ്ഥാപിച്ചു എന്നാണ് നമ്മുടെ പൂർവിക വിശ്വാസം. അപ്പോൾ അതോടൊപ്പം തന്നെ ഇത് വളരെ ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ എക്യുമെനിക്കൽ ദേവാലയമാണ്. ലോകത്തൊരിടത്തും ഒരു എക്യുമെനിക്കൽ ദേവാലയം, ഇത് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ദേവാലയമാണ്. അപ്പോൾ നമുക്കറിയാം ഓരോ സഭകൾക്കും ഓരോ പള്ളികളുണ്ട്. അപ്പം നമുക്കറിയാം ഓരോ സഭകൾക്കും ഓരോ ആരാധനാ രീതികളുണ്ട്. അപ്പോൾ അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, അവരുടെ ആരാധനാ രീതികളുണ്ട്. പക്ഷേ ഈ ദേവാലയത്തിൻ്റെ അൾത്താര എല്ലാ സഭകൾക്കും, അതായത് 5 എപ്പിസ്കോപ്പൽ സഭകളാണ് നമ്മുടെ നിലയ്ക്കൽ എക്യുമെനിക്കൽ ദേവാലയത്തിൻ്റെ. ഇതൊരു ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ് ഈ ദേവാലയം. ഈ നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഈ ദേവാലയത്തിൽ 5 ദേവാലയങ്ങൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ മർത്തോമ, കത്തോലിക്ക സഭ, ഓർത്തഡോക്സ്, യാക്കോബ, CSI, നമ്മുടെ കാതലിക്ക് തന്നെ നമ്മുടെ ലാറ്റിനുണ്ട്, സീറോ മലബാറുണ്ട്, സീറോ മലങ്കര. അപ്പോൾ ടോട്ടൽ പറഞ്ഞാൽ 7 സമൂഹങ്ങൾ, 7 സഭകളുടെ ഒരു പ്രാതിനിധ്യവും വിശുദ്ധ കുർബാനയും അർപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്, പരിപാവന സ്ഥലമാണ്. ലോകത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ എക്യുമെനിക്കൽ ദേവാലയമാണ് ഈ നിലയ്ക്കൽ ദേവാലയം. നമുക്ക് ഇതിനകത്ത് പോയിട്ട് കുരിശ് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് പറ്റും. പക്ഷേ ഇപ്പോൾ ഇച്ചിരി സന്ധ്യ ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇവിടെ മുകളിൽ ഒരു കുരിശുണ്ട്, അവിടെയാണ് തോമസ് ലീഗ വന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയമായതുകൊണ്ടാണ്, പകൽ വന്നാൽ നമ്മൾ കുറച്ചുകൂടെ ധാരാളം തീർത്ഥാടകർ, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ധാരാളം തീർത്ഥാടകർ ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കും. നിങ്ങൾ ദേവാലയത്തിലൊക്കെ കയറുവാണെങ്കിൽ അവിടെ ഒരു ബുക്ക് കാണാൻ സാധിക്കും. ആ ബുക്കിൽ ഒത്തിരി നിയോഗങ്ങൾ, ഒരു ദിവസം ഒരു മനുഷ്യർ ഒരു 20-30 പേരെങ്കിലും ഇവിടെ വന്ന് ആ നിയോഗങ്ങൾ എഴുതി അവരുടെ പ്രാർത്ഥനകൾ തോമസ് ലീഗയുടെ സന്നിധിയിൽ അർപ്പിക്കുന്ന ഒരു രീതിയുണ്ട് ഇവിടെ നിലവിലുണ്ട്. നമുക്ക് അകത്ത് പോയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. നമ്മൾ ആരുടെ ഫ്രണ്ടിൽ ഇതിപ്പം ഈ ലെറ്റർ ബോക്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ 7 പള്ളികളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർ ഈ എപ്പോഴൊക്കെ നിലയ്ക്കൽ വരുന്നുവോ അപ്പോൾ അവരുടെ വ്യത്യസ്തമായ ആവശ്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഈ ലെറ്റർ ബോക്സിലിടും. ഇത് നമ്മൾ വിശുദ്ധ കുർബാനയിൽ എപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പ്രയർ ബുക്ക് ഉണ്ട്. ഈ പ്രയർ ബുക്കിൽ ഓരോ ദിവസവും എവിടെ നിന്നൊക്കെ ദൂരെ നിന്നൊക്കെ വരുന്ന തീർത്ഥാടകർ അവരുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ എഴുതി, ഇവിടെ ഒത്തിരി അത്ഭുത സാക്ഷ്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. അതോടൊപ്പം തന്നെ ഈ നിയോഗങ്ങളൊക്കെ വെച്ച് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ വളരെ അനുഗ്രഹം നിറഞ്ഞ ഒരു ദേവാലയത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്.
ഇപ്പം പള്ളിക്കകത്തൊക്കെ ഞങ്ങൾ കയറി വളരെ ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. അച്ഛനാണ് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. താങ്ക് യു അച്ഛാ. ഇനിയും ഞങ്ങളിതുപോലെ ഒരു പ്രാവശ്യം കൂടെ വരുന്നതാണ് പകൽ സമയത്ത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്കിതേക്കുറിച്ച് പഠിക്കുകയും കാണുകയൊക്കെ ചെയ്യാം. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ, നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു റിട്രീറ്റ് സെൻ്റർ ഉണ്ട്. ഇവിടെ 40 റൂംസ് ഉണ്ട്. 40 റൂം നമുക്ക് 40 × 2 80 പേർക്ക് നമുക്ക് താമസിക്കാം. എപ്പോഴൊക്കെ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ മനസ്സിന് ഒന്ന് ശാന്തതയൊക്കെ തോന്നണമെന്നൊക്കെ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ധ്യാനിക്കുവാനും കാടിനോട് ചേർന്ന് 1-2 ദിവസമൊക്കെ താമസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒരു കോൺഫറൻസ് ഹോളും ഉണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ, അങ്ങനെ ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം ക്യാമ്പുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. അതെ, തീർച്ചയായിട്ടും വിളിക്കാം. ബ്രോഷർ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ താങ്ക് യു.